Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സാംസങ്ങിന്റെ Galaxy സീരീസിലെ ഏറ്റവും പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആയ S23 സീരീസിലെ ഒരു ഡിവൈസ് ആണ്. അപ്പോൾ സാംസങ് S23 സീരീസ് ഫെബ്രുവരി 1-ാം തീയതിയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ഇൻഫാക്ട് ഗ്ലോബൽ ലോഞ്ച് ആയിരുന്നു. 3 ഡിവൈസാണ് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇത്തവണയുള്ളത്. S23 Ultra, S23 പ്ലസും അതേപോലെ S23 അങ്ങനെ 3 ഡിവൈസസ് ഉള്ളത്. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന അതിലെ 3 എണ്ണത്തിലെ നടുക്കത്തെ ഡിവൈസാണ്. അതായത് S23 പ്ലസ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ S23 പ്ലസിൻ്റെ വിശേഷങ്ങൾ, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്, ഇതിൻ്റെ ക്യാമറ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആസ്പെക്റ്റ് ഞാൻ വിശ്വസിക്കുന്നു. സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസിൽ എപ്പോഴും തന്നെ ക്യാമറ വളരെയധികം മുൻതൂക്കത്തിൽ നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇത്തവണയും അടിപൊളി ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതേപോലെ തന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 2 പ്ലാറ്റ്ഫോമാണ്. കഴിഞ്ഞ വർഷം മുതൽ സാംസങ്ങിൻ്റെ S സീരീസ് സ്നാപ്ഡ്രാഗൺ ചിപ്പ് സെറ്റാണ് വരുന്നത്. ഇത്തവണ സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്ലാറ്റ്ഫോമാണ് വരുന്നത്. ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് 8GB റാമും 256GB സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു എന്താ പറയുക സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ വില S23 പ്ലസിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്ന ഓൾമോസ്റ്റ് 94,990 ആണ്. അതായത് ഓൾമോസ്റ്റ് 95,000 റുപ്പീസാണ് വരുന്നത് ബേസ് വേരിയൻറ്റ്. ഇത് ബ്ലാക്കും ക്രീം കളറും ഉണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന ക്രീം കളറാണ്. ഇത് 256GB സ്റ്റോറേജ് വേരിയൻ്റാണ് വരുന്നത്. അതെ, 8GB റാമും 256GB ക്രീം കളർ എന്ന് പറഞ്ഞ വേരിയൻ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്തിട്ട് ബാക്കി എല്ലാ വിശേഷങ്ങളും ഇതിനെക്കുറിച്ച് പറയാം. നല്ല അടിപൊളി ക്യാമറ സാമ്പിൾസ് നമുക്ക് കാണാം. അപ്പോൾ S23 പ്ലസിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് സാംസങ് ഗാലക്സി S23 പ്ലസ് ആണ്. പുതിയ ഡിസൈനാണ്. ബോക്സ് പാക്കേജിങ്ങിലും കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ഡിസൈൻ ഡിവൈസിൻ്റെ പടം മാത്രമേ ഉള്ളൂ. പിന്നെ ഗാലക്സി S23 പ്ലസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ ബാക്കിൽ പ്രൈസിങ് മാത്രമേ ഇത് 94,999 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വേരിയൻറ്റ് 8GB റാമും 256GB സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ പ്രൈസിങ് ഇതാണ്. അപ്പോൾ ബോക്സിനകത്ത് വേറെ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. കളർ നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്രീം കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതേപോലെ ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ബോക്സ് ഒന്ന് തുറക്കാം, എന്നിട്ട് ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്മോൾ ബോക്സാണ്. ഇതിനകത്ത് ഒരു സിം ഇജക്റ്റ് പിന്നുണ്ട്, നമുക്കിവിടെ കാണാം. അപ്പോൾ അതുണ്ടല്ലേ ഒരു സിം ഇജക്റ്റ് പിന്ന്, അതേപോലെ USB Type-C കേബിളാണ്. Type-C to Type-C ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ബാക്കി ഡീറ്റെയിൽസ് കാണാം. ഇവിടെ ഇല്ലേ ഡ്യുവൽ സിം കാർഡ് സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. SIM 1, SIM 2, SD കാർഡൊന്നുമില്ല. SD കാർഡ് പ്രീമിയം സ്മാർട്ട് ഫോൺസിൽ ഇപ്പോൾ വരാറില്ല. ഹെഡ്സ് ആർ 0.80 ആണ് ഹെഡ്സ് ആർ. ബാക്കി ഇതിനകത്ത് വളരെ ക്വിക്കായിട്ടുള്ള ഒരു ഗൈഡ് മാത്രമേ ഉള്ളൂ. പിന്നെ റീജിയണൽ ലോക്ക് ഗൈഡ്. ഇത്രയാണ് ഈ സൈഡിലെ ബോക്സിൽ വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് ഡിവൈസ്. അപ്പോൾ ഡിവൈസിൻ്റെ ബാക്കിൽ ഒരു സ്റ്റിക്കർ പോലത്തെ ഒരു സാധനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ ഇവിടെ ഒരു മാറ്റ് ഫിനിഷാണ്, ക്രീം കളറാണ് കൊടുത്തിരിക്കുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഇവിടെ നമുക്കൊരു സാംസങ് ബ്രാൻഡിങ് ആണ്. പിന്നെ ഒരു സ്റ്റിക്കർ ഉണ്ട്. പിന്നെ സൈഡിൽ കംപ്ലീറ്റ്ലി മെറ്റൽ ചാസിയാണ്, ക്രോം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. താഴത്ത് സിം ട്രേ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. സ്പീക്കർ യൂണിറ്റ് കാണാം, USB Type-C പോർട്ട്. ഇവിടെ സൈഡിൽ പവർ ആൻഡ് വോളിയം കീസാണ് വരുന്നത്. ടോപ്പ് പാനലിൽ ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നും തന്നെ ഇല്ല. ലെഫ്റ്റ് സൈഡിലും ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നുമില്ല. നമുക്ക് ഈ ഡിസ്പ്ലേൻ്റെ ഇത് സ്റ്റിക്കർ ഒന്ന് പീൽ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ സ്റ്റിക്കർ പീൽ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഫോൺ പുറത്തെടുത്തിരിക്കുകയാണ്. ഇതാണ് സാംസങ് ഗാലക്സി S23 പ്ലസ്. S23 പ്ലസും S23 നമ്മൾ കാര്യമായ ഡിസൈൻ ഡിഫറൻസ് ഒന്നുമില്ല. ഇവിടെ നമുക്ക് കാണാം 3 ക്യാമറ ലേഔട്ട് കാണാം. ഇത് ആക്ച്വലി ഗോറില്ല ഗ്ലാസ് വിക്ടർ സപ്പോർട്ടാണ്. ഗ്ലാസ് ഫിനിഷാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഇവിടെ നമുക്ക് LED ഫ്ലാഷും കാണാം. സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് കാണാം. പിന്നെ നമുക്ക് സൈഡിൽ കിട്ടുന്നതിലേക്ക് ആർമർ അലുമിനിയം ഫ്രെയിമാണ്. വളരെ സ്ട്രോങ് എയർക്രാഫ്റ്റ് ഗ്രേഡ് ക്വാളിറ്റി അലുമിനിയമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആർമർ അലുമിനിയം ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആണ്. ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ വരെ ഉള്ളതാണ്. പിന്നെ താഴെ നമുക്കൊരു സിം ട്രേ കാണാം. ഡ്യുവൽ സിം കാർഡ് സപ്പോർട്ട് ഉണ്ട്. അതേപോലെ USB Type-C പോർട്ട് ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു സ്പീക്കർ യൂണിറ്റ് ആണ്. ഡ്യുവൽ സ്പീക്കേഴ്സാണ് വരുന്നത്. ഇവിടെ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. റൈറ്റ് സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു പവർ ബട്ടണും ഫിംഗർ പ്രിൻറ്റ് വോളിയം റോക്കർ കീസുമാണ് കാണുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അപ്പോൾ ഓവറോൾ നല്ല ഒരു ഇൻ ഹാൻഡ് ഫീലാണ്. വളരെ പ്രീമിയംനെസ് നമുക്ക് തോന്നിക്കുന്ന ഒരു ഡിവൈസ് കൂടിയാണ്. കണ്ടില്ലേ, നല്ല ഒരു ഇൻ ഹാൻഡ് ഫീലാണ്. ആ പ്രീമിയംനെസ് നമുക്ക് ഡെഫിനറ്റ്ലി ഫീൽ ആവും. കാരണം അത്രയും ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഗോറില്ല ഗ്ലാസ് വിക്ടർ സപ്പോർട്ടാണ്. ഇപ്പോൾ ഞാൻ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
കണ്ടില്ലേ, വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാവുന്ന ഉണ്ട്, വളരെ ഫാസ്റ്റാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ പെർഫോമൻസ്. ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരാം. ഇവിടെ നമുക്ക് സാംസങ്ങിൻ്റെ ഡൈനാമിക് AMOLED ആണ് കിട്ടുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും അതേപോലെ HDR10+ സപ്പോർട്ടഡ് വളരെ ബ്രൈറ്റായ ഒരു ഡിസ്പ്ലേ കൂടിയാണ്. കണ്ടില്ലേ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ പുറത്തൊക്കെ യൂസ് ചെയ്തിട്ടും ബ്രൈറ്റ് സൺലൈറ്റിൽ യൂസ് ചെയ്തിട്ട് പോലും വളരെ ഒരു നല്ല മികച്ച ഡിസ്പ്ലേ ക്വാളിറ്റിയാണെന്ന് പറയാം. നമുക്ക് ഡിസ്പ്ലേ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണാം. ഇവിടെ കണ്ടില്ലേ, നമുക്ക് ലൈറ്റ് മോഡ്, ഡാർക്ക് മോഡ് ഉണ്ട്, അതേപോലെ നമുക്ക് സ്ക്രീൻ മോഡ് ഉണ്ട്, വിവിഡ് മോഡ്, നാച്ചുറൽ മോഡ്, നമുക്ക് വൈറ്റ് ബാലൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് നാവിഗേഷൻ ബാർ, പിന്നെ അഡീഷണൽ ഓപ്ഷൻസൊക്കെ ഇവിടെ നമുക്ക് കാണാം. പിന്നെ നമുക്ക് കിട്ടുന്നത് മോഷൻ സ്മൂത്ത്നെസ്, അഡാപ്റ്റീവ് സ്മൂത്ത്നെസ് എന്ന് പറഞ്ഞാൽ 1 to 120 Hz റിഫ്രഷ് റേറ്റ് വരെ കിട്ടും. അതേപോലെ ഇവിടെ സ്റ്റാൻഡേർഡ് റിഫ്രഷ് റേറ്റ് അത് 60 Hz ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് അഡാപ്റ്റീവ്. പിന്നെ നമുക്ക് കിട്ടുന്ന ഡാർക്ക് മോഡും ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പം നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി, നല്ലതെന്ന് പറയാൻ പറ്റില്ല, ഒരു കിഡിലൻ ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് നമ്മൾ മൂവീസൊക്കെ വാച്ച് ചെയ്യുമ്പോൾ വളരെ ഒരു ക്രിസ്പ് ആൻഡ് ക്ലിയർ ഡിസ്പ്ലേ എന്ന് പറയാം. ഈവൻ ദോ ഇത് ഫുൾ HD ആണെങ്കിൽ പോലും ഒരു എന്താ പറയുക, ബാക്കിയുള്ള ഡിവൈസിൻ്റെ ഒരു ക്വാളിറ്റിൻ്റെ അത്ര ഒരു നിലവാരമാണ് ഈ ഫുൾ HD കിട്ടുന്നത്. അപ്പോൾ അത്രയും ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് സാംസങ് അവരെ ഫ്ലാഗ്ഷിപ്പിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ മൂവി വാച്ചിങ്ങിനൊക്കെ ഒരു കിഡിലൻ ഡിസ്പ്ലേ ആണ്. അതേപോലെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടാവുന്നതിൽ നല്ല ഒരു സൗണ്ട് ഔട്ട്പുട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആയിട്ട് നമുക്കിതിനെ ഡെഫിനറ്റ്ലി വിശേഷിപ്പിക്കാവുന്നതാണ്. ഇത് നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് One UI ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം സാംസങ്ങിൻ്റെ One UI 5.1 ആണ് ഇതിൽ വരുന്നത്. നമുക്ക് സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് വേർഷൻ One UI 5.1, ആൻഡ്രോയിഡ് വേർഷൻ 13 ആണ്. പാച്ച് 1st January 2023. അപ്പോൾ ലേറ്റസ്റ്റ് പാച്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഒരു എന്താ പറയുക ഫീച്ചേഴ്സ് ഉള്ള ഒരു UI നമുക്ക് ഡെഫിനറ്റ്ലി ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഡാർക്ക് മോഡും കൂടെ കാണിച്ചു തരാം. ഇതിനകത്ത് ഉണ്ട് ഡാർക്ക് മോഡും ഇൻക്ലൂഡഡ് ആണ്. വളരെ നല്ല ഒരു UI എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. വാൾപേപ്പർ കസ്റ്റമൈസേഷൻ, ഹോം സ്ക്രീൻ ലേ ഔട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതേപോലെ അഡ്വാൻസ് ഫീച്ചേഴ്സിൽ കണ്ടില്ലേ, സൈഡ് കീസ് കോൺഫിഗർ ചെയ്യാം, മോഷൻസ് ആൻഡ് ജസ്റ്റേഴ്സ്, സ്മാർട്ട് സജഷൻസ്, ഗെയിം ലോഞ്ചർ, ഡ്യുവൽ മെസ്സഞ്ചർ, ഫ്ലോട്ടിംഗ് വിൻഡോസ്, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കസ്റ്റമൈസേഷൻസിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. വാൾപേപ്പർ ആൻഡ് സ്റ്റൈലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ കളർ പാലറ്റ് ചൂസ് ചെയ്യാം, ഡാർക്ക് മോഡ് ചൂസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഒരു UI ആണ്. പിന്നെ One UI ഇത്തവണ വളരെയധികം ഇമ്പ്രൂവ്ഡ് ആണ്. ആനിമേഷൻസ് ഒക്കെ വളരെ സ്മൂത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. അതേപോലെ ടച്ച് റെസ്പോൺസും ഇൻസ്റ്റൻറ്റ് റെസ്പോൺസ് ടൈമാണ്, അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. അത് ഞാൻ പെർഫോമൻസിലേക്ക് വരുമ്പോൾ പറയാം. വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പെർഫോമൻസ് കിട്ടുന്നത്. അപ്പോൾ നല്ല ഒരു സ്മൂത്ത് UI എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേറ്റ് സൈക്കിൾ നമുക്കറിയാമല്ലോ, ആൻഡ്രോയിഡിൽ വൺ ഓഫ് ദി ബെസ്റ്റ് അപ്ഡേറ്റ് സൈക്കിളാണ് സാംസങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലും ആ ഒരു അപ്ഡേറ്റ് സൈക്കിൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു കോംപ്രമൈസും തോന്നിയില്ല. നല്ല ഒരു പെർഫോമിംഗ് UI ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ടില്ലേ, എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു കിടിലം എക്സ്പീരിയൻസ് ആണ് സാംസങ് One UI ഓൺ ടോപ്പ് ഓഫ് ആൻഡ്രോയിഡ് 13 ഈ ഡിവൈസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രോസസ്സറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഡിസൈൻ ഫോർ ഗാലക്സി എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതായത് സ്നാപ്ഡ്രാഗണായിട്ട് പാർട്ണർ ചെയ്തിട്ട് സാംസങ് ഗാലക്സി S23ക്ക് വേണ്ടി കുറേ കൂടി ഒപ്റ്റിമൈസ് ചെയ്ത ഒരു ചിപ്പും കൂടിയാണ്. അപ്പോൾ നല്ല ഒരു പെർഫോമൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് ഗെയിമിങ്ങിന് അനുയോജ്യമായ ഒരു കിടിലൻ സ്മാർട്ട് ഫോണാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. വേപ്പർ ചേമ്പർ കൂളിംഗ് ടെക്നോളജിയാണ് കൊടുത്തിരിക്കുന്നത്. 2.7x ഇംപ്രൂവ്മെൻ്റ് ആണ് പ്രീവിയസ് സാംസങ് ഗാലക്സി S22 ആയിട്ട് S22 പ്ലസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ നല്ലൊരു കിടിലൻ പെർഫോമൻസ് ആണ് സ്നാപ്ഡ്രാഗൺ 8 Gen 2 മൊബൈൽ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം ജസ്റ്റ് റോ പെർഫോമൻസ് മാത്രമല്ല, അതേപോലെ തന്നെ ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് കാര്യത്തിൽ ഇത് മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെർഫോമൻസ് കാര്യത്തിൽ നമുക്ക് ഒട്ടും തന്നെ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പെർഫോമൻസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് UFS 4.0 സ്റ്റോറേജ് സപ്പോർട്ടാണ് വരുന്നത്. 256 GB സ്റ്റോറേജ് ആണ് ബേസ് ആയിട്ട് വരുന്നത്. 8 GB RAM ആണ് വരുന്നത്. അപ്പോൾ കിടിലൻ പെർഫോമൻസ് ആണ് നമുക്ക് ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ ക്യാമറയിലോട്ട് പോകാം. ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. പ്രൈമറി 50 MP ക്യാമറ, f1.8 അപ്പേച്ചറാണ്. പിന്നെ ഒരു സെക്കൻഡറി
10 മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസാണ്, 3x സൂമാണ് വരുന്നത്, അതായത് ഒപ്റ്റിക്കൽ സൂമും, പിന്നെ ഒരു 12 മെഗാ പിക്സൽ അൾട്രാ വൈഡും വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് സെൽഫിക്കായിട്ട് ഒരു 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട് റിയർ ക്യാമറയ്ക്ക്. അപ്പോൾ നല്ലൊരു കിടിലം ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇനി ക്യാമറ UI നോക്കുകയാണെങ്കിൽ നമുക്ക് റെഗുലർലി കിട്ടുന്ന ഒരു സാംസങ്ങിൻ്റെ UI തന്നെയാണ്. പോർട്രേറ്റ് മോഡ് ഉണ്ട്, ഫോട്ടോ മോഡ്, ഇവിടെ നമുക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. വീഡിയോ മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 8K 30 FPS ഉണ്ട്, 4K 60 and 30 ഉണ്ട്, അതേപോലെ ഫുൾ HD 30 and 60 FPS ഉണ്ട്. പിന്നെ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. നമുക്ക് മോഡിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എക്സ്പേർട്ട് RAW മോഡ് ഉണ്ട്, അതേപോലെ സ്ലോ മോഷൻ, സൂപ്പർ സ്ലോ മോഷൻ, പിന്നെ പോർട്രേറ്റ് വീഡിയോ, ഡയറക്ടേഴ്സ് വ്യൂ, പിന്നെ നൈറ്റ് മോഡ്, ഫുഡ്, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയി ക്യാമറ പിന്നീട് ടെസ്റ്റ് ചെയ്യാം. പക്ഷേ ഒരു കിടിലൻ ക്യാമറ സെറ്റപ്പ് എന്ന് പറയാം. ഇതാണ് കുറച്ച് ക്യാമറ സാമ്പിൾസ് സാംസങ് ഗാലക്സി S23 പ്ലസ് എന്നെടുത്ത കിടിലൻ ക്യാമറ സെറ്റപ്പാണ് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. അത്രയും നല്ല ക്വാളിറ്റി ഫോട്ടോസാണ് S23 പ്ലസ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന എല്ലാ ഫോട്ടോസും തന്നെ S23 പ്ലസ് എന്ന് എടുത്തതാണ്. ഇനി അടുത്ത് ബാറ്ററിയിലോട്ട് പോകാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് 4700 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് ലാസ്റ്റ് ടൈമിൽ നിന്ന്. അപ് ടു 45 വോൾട്ട് ചാർജിങ് സപ്പോർട്ടാണ് വരുന്നത്. ബോക്സിനകത്ത് ചാർജർ ഇല്ല, പക്ഷേ നമുക്ക് സെപ്പറേറ്റ് ആയി ചാർജർ മേടിക്കണം. കേബിൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 45 വോട്ട് വരെ ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. 15 വോട്ട് വയർലെസ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. IP68 വാട്ടർ റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ട്. അതായത് വേറൊരു ഡിവൈസും ഇത് വെച്ച് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ബാറ്ററി ലൈഫും ഞാൻ 2 ദിവസം 3 ദിവസമായിട്ടേ യൂസ് ചെയ്തിട്ട് 2 ചാർജിങ് സൈക്കിൾ ആയിട്ടുള്ളൂ. നല്ല ഒരു ബാറ്ററി ലൈഫാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഇത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യും, കാരണം യൂസേജ് ബേസ് ചെയ്ത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡീറ്റെയിലായി ഞാൻ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം എത്രത്തോളം നല്ലതാണ് ബാറ്ററി ലൈഫ് എന്നുള്ളത്. എങ്കിലും നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റിംഗ് തന്നെ വളരെ മികച്ച ബാറ്ററി ലൈഫാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി S23 പ്ലസിൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഇതിൽ 1-2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലാസും അതേപോലെ ബാക്കിയുള്ള ബോക്സിലെ മെറ്റീരിയൽ എല്ലാം തന്നെ റീസൈക്കിൾഡ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്. റീസൈക്കിൾഡ് ഗ്ലാസും അതേപോലെ തന്നെ മെറ്റലും എല്ലാം തന്നെ റീസൈക്കിൾഡ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു എൻവറോൺമെൻറ്റിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന നിലയ്ക്ക് വേണമെങ്കിൽ പറയാവുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ അതും ഇത്തവണ S23 പ്ലസിലും അൾട്രയിലും S23യിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രൈസിങ് ഞാൻ നേരത്തെ പറഞ്ഞു 94,999 രൂപയാണ് ബേസ് വേരിയൻ്റെ വില. അതിൽ നമുക്ക് 8 GB റാമും 256 GB സ്റ്റോറേജും വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് EMI ഓഫേഴ്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ബാങ്ക് ഓഫറും EMI ഓഫേഴ്സും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ S23 പ്ലസ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്ത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെല്ലൈക്കോൺ ക്ലിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.